വാട്സപ്പിൽ വരാൻ പോകുന്ന 10 പുതിയ ഫീച്ചേഴ്സുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പല ഫീച്ചേഴ്സും ഇപ്പോൾ ബീറ്റ വെർഷനിലാണ്. നിങ്ങൾ ബീറ്റ യൂസർ ആണെങ്കിൽ ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തേർഡ് പാർട്ടി ആപ്സുകൾ യൂസ് ചെയ്യാതെ തന്നെ ഇനി മുതൽ വാട്സപ്പിലൂടെ നമുക്ക് സ്റ്റിക്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സിന് എഡിറ്റ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് തേർഡ് പാർട്ടി ആപ്സുകൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റിക്കറിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരും. പുതിയൊരു ഓപ്ഷൻ വാട്സപ്പിൽ വന്നിട്ടുണ്ട്, ആപ്പ് അപ്ഡേറ്റ് സെറ്റിംഗ്സ്. താഴെ നിങ്ങൾക്ക് ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് എന്ന് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്താൽ നിങ്ങളുടെ ഡിവൈസ് വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വാട്സപ്പ് ആപ്പിന് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ആപ്പ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകും. എപ്പോഴും നിങ്ങൾ വാട്സപ്പിനെ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിലൂടെ നമുക്ക് പുതിയ ഫീച്ചേഴ്സും ബഗ് ഫിക്സസും കിട്ടും. ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റാറ്റസിനെ ഫേസ്ബുക്കിലേക്ക് മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റൂ. എന്നാൽ ഇനി മുതൽ വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റാറ്റസിനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. വീഡിയോ കോൾ ടൈമിൽ ഇനി മുതൽ വാട്സപ്പിലൂടെ ഓഡിയോസിനെ ഷെയർ ചെയ്യാൻ പറ്റും. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ടൈമിൽ ഇത്രയും നാളും ഓഡിയോസിനെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇനി മുതൽ നമുക്ക് ഓഡിയോസിനെ ഷെയർ ചെയ്യാൻ പറ്റും. ഇനി മുതൽ നമുക്ക് മൾട്ടിപ്പിൾ മെസ്സേജുകളെ പിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഓരോ മെസ്സേജുകളെ പിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു യൂസറിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പുകളിൽ അയക്കുന്ന മെസ്സേജുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇനി മുതൽ അവർ ഗ്രൂപ്പുകളിൽ മെസ്സേജ് സെൻഡ് ചെയ്താൽ ഇതേ രീതിയിലുള്ള പോപ്പപ്പ് ആയിരിക്കും നമുക്ക് വരുന്നത്. അവർ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ നമുക്ക് ഗ്രൂപ്പുകളിലും ഇനി മുതൽ ഹൈഡ് ആയിരിക്കും. അതേപോലെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് കോഡുകളും നമുക്ക് ബ്ലോക്ക് ആയിരിക്കും. ചാനൽ ഓണേഴ്സിന് ഇനി മുതൽ ചാനലിലേക്ക് പോൾസിനെ ഷെയർ ചെയ്യാൻ പറ്റും. പുതിയതായി ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടൂൾസ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ഇത്തരം ഫോർമാറ്റുകളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ചാറ്റ് ക്യാപ്ഷനിൽ എൻഡ് ടു എൻക്രിപ്റ്റഡ് എന്ന് കാണാൻ പറ്റും. ഇതേപോലെ ചാറ്റ് ക്യാപ്ഷനിൽ ചേഞ്ചസ് വരാൻ പോവുകയാണ്. ഇനി മുതൽ നമുക്ക് സ്റ്റാറ്റസും HD ക്വാളിറ്റിയിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും ഫീച്ചേഴ്സാണ് പുതിയതായി വാട്സപ്പിൽ വരാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഫീച്ചറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.